അല്ലെങ്കിൽ ഈ ഐക്യപ്പെടാനുള്ള ശ്രമം നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ മതേതര മുഖം എന്ന് പറയുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നിൽക്കുന്നതല്ല. അതിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് എന്നത് നമ്മൾ പലതവണ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇന്ന് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ സമുദായ നേതാക്കന്മാരെ തള്ളി പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് തനിക്ക് വിശ്വാസം, താൻ വർഗീയതയ്ക്കെതിരെയാണ് പറഞ്ഞത് എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് പറയുന്നത് തനിക്ക് ഇവിടുത്തെ മതേതര സമൂഹത്തിലാണ് വിശ്വാസം എന്ന കാര്യം ഊട്ടിയുറപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഐക്യപ്പെടലിന് പിന്നിൽ എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെയുള്ള നീക്കങ്ങളാണോ ഈ നടക്കുന്നത്? രേണു, ഇപ്പോൾ ഈ ഐക്യപ്പെടലിൻ്റെ പശ്ചാത്തലം അത് രാഷ്ട്രീയമാണ്. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ തിരഞ്ഞെടുപ്പ് വ്യാഖ്യാനിക്കപ്പെടുന്നു പൊതുസമൂഹത്തിൽ. കോൺഗ്രസ്സിന് വലിയ ഉത്സാഹം, നേതാക്കൾ ഉത്സാഹത്തോടെ മുന്നിട്ടിറങ്ങുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു പ്രധാന ഘടകം, ഒരു വലിയ ശക്തമായ മുസ്ലിം വിരോധം ഉണ്ട്. ആ മുസ്ലിം വിരോധം അതിനെ ഒരു വർഗീയതയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, പ്രത്യേകിച്ച് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവന, മുസ്ലിം സമുദായത്തിനെതിരെ, മുസ്ലിം ലീഗിനെതിരെയാണ് നടത്തിയതെങ്കിൽ പോലും അത് മുസ്ലിം സമുദായത്തിനെ, മുസ്ലിം മലപ്പുറം അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള, മുന വെച്ചിട്ടുള്ള ആരോപണമാണ് കുറേ ദിവസങ്ങളിലായിട്ട് അദ്ദേഹം ഉന്നയിച്ചു കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ കാണാൻ. അപ്പോൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് വർഗീയ കൂട്ടായ്മയാകരുത്, രണ്ട് സമുദായങ്ങൾ, രണ്ട് പ്രബല സമുദായങ്ങൾ ഒന്നിക്കുന്നത് വളരെ നല്ലത് തന്നെയാണെന്ന് അദ്ദേഹവും പറയുന്നു. പക്ഷെ ഞാൻ കാണുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് സംശയകരമാണ് ഞാൻ നോക്കിയിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അത്ര നേർവഴിക്കുള്ള പ്രസ്താവനകളല്ല. മതേതരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് തികച്ചും മതേതരമാണ്. മുസ്ലിങ്ങളെ ഒഴിച്ചുള്ള മതങ്ങളെ, സമുദായങ്ങളെ ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ളൊരു സാഹചര്യം മാത്രമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. മുസ്ലിങ്ങൾക്കെതിരെ പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം, വി.ഡി. സതീശൻ്റെ നിലപാടിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് നേതൃത്വം, KSU, യൂത്ത് കോൺഗ്രസ്, അതിൻ്റെയൊക്കെ ഉത്ഭവം, വളർച്ച, അതൊക്കെ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ M.A. ജോൺ അദ്ദേഹമാണ് ഈ യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇങ്ങനെ വളർത്തിയെടുത്തത്, ഗ്രൂം ചെയ്തെടുത്തത്. അത് അവർക്ക് ക്യാമ്പ് നടത്തി അവരെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പാഠങ്ങളിൽ പ്രധാനം, നമ്മൾ വിദ്യാർത്ഥി നേതാക്കൾ, നമ്മൾ യുവജന നേതാക്കൾ ആരും മതസംഘടനകളുമായിട്ട് സന്ധി ഉണ്ടാക്കരുത് എന്നാണ്. എന്ന് വെച്ചാൽ പച്ചയ്ക്കുള്ള ഭാഷ അദ്ദേഹം ഉപയോഗിച്ചത് സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങുന്നവരാവരുത് നമ്മുടെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകർ, നേതാക്കൾ എന്നാണ് M.A. ജോൺ പഠിപ്പിച്ചത്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് A.K. ആൻ്റണിയെ പോലെയുള്ള നേതാക്കൾ കേരളത്തിൽ വളർന്നു വന്നത്. മതസമുദായങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് 1971 KSU നടത്തിയ ഭയങ്കര ഐതിഹാസികമായ വിദ്യാർത്ഥി സമരം, ആ സമരം ഇവിടുത്തെ കത്തോലിക്ക സമുദായത്തിനെതിരായിരുന്നു പ്രധാനമായിട്ടും. ഉമ്മൻചാണ്ടിയാണ് മുന്നിൽ നിന്നത്. സർവ്വ ആശീർവാദവും സർവ്വ വെല്ലുവിളിയുമായിട്ട് തന്നെ A.K. ആൻ്റണിയും കോൺഗ്രസ് നേതൃത്വവും മുന്നിട്ട് നിന്നു, കൂടെ നിന്നു, ഒപ്പം നിന്നു. അത് KSU, യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ വളർച്ചയുണ്ടല്ലോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ വളർച്ചയാണ് സമ്മാനിച്ചത്. എന്തുകൊണ്ട്? മതസമുദായ നേതാക്കളെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ളൊരു വിദ്യാർത്ഥി സംഘടന ഇവിടെ വളർന്നു വന്നതുകൊണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ KSU, യൂത്ത് കോൺഗ്രസിൻ്റെ വളർച്ചയുടെ നിദാനം അത് തന്നെയായിരുന്നു. മതസമുദായ നേതാക്കൾക്കെതിരെ, മതസമുദായ നേതൃത്വങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരം, അത് തന്നെ ഐതിഹാസികമായ സമരമാണ്. പിന്നീട് നമുക്കറിയാം A.K. ആൻ്റണി ഒരിക്കലും അദ്ദേഹം മതവുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടില്ല. മതനേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് A.K. ആൻ്റണിയുടെ രാഷ്ട്രീയ ജീവിതം ഇവിടെ വളർന്നു വന്നത്. ഞാൻ ആ കാര്യത്തിൽ സതീശന് വ്യക്തിപരമായിട്ട് എൻ്റെ നിലപാട്, വി.ഡി. സതീശൻ്റെ നിലപാടുകൾ ശക്തമാണ്, കർശനമാണ്. പല രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹം എടുക്കുന്നത് വളരെ ഉറച്ച നിലപാടാണ്. ആരെയും കൂസാതെ, ആരെയും പേടിക്കാതെ PV അൻവറിനെതിരെ ഉള്ള നിലപാട് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ നീളുന്ന പല നിലപാടുകൾ.
അവിടേക്കും സതീശൻ്റെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഉറച്ച നിലപാട് കാണാം. അതിൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള നിലപാടും ശക്തം തന്നെയാണ്. അദ്ദേഹം മിനിറ്റ് കൊണ്ട് പറയട്ടെ, ഒരു സെക്കൻഡ് കൂടെ. വെള്ളാപ്പള്ളിക്കെതിരെ വെല്ലുവിളിച്ചും കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറവൂരിൽ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തെ വെല്ലുവിളിക്കും തോറും എനിക്ക് തോന്നുന്നു VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ശക്തിയും ബലവും കരുത്തും കൂടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയതിൽ ഒരൊറ്റ സംശയം മാത്രമേ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. VD സതീശൻ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളാണ്, ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ സമുദായ സംഘടനകളുടെ തിണ്ണ നിറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് സിനഡ് നടക്കുമ്പോൾ അവിടെ ഒളിഞ്ഞു പോയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതിന് മറുപടി ഉണ്ടോ? അതുകൊണ്ട് അറിയാം. പക്ഷെ എന്ത് കരുതി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങരുത് എന്ന് പാഠം പഠിച്ചവർ രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയിൽ സമുദായ നേതാക്കളെ ഒറ്റപ്പെടുത്തി അവർക്ക് നേരെ പുറംതിരിഞ്ഞ് നിൽക്കുന്നവർ ആവണം എന്ന് ഞാൻ ഉന്നം വെച്ചിട്ടില്ല, ഞാൻ അർത്ഥമാക്കിയിട്ടില്ല. ഇന്ന് ജി സുകുമാരൻ നായർക്ക് ഏറ്റവും അലോസരം ഉണ്ടാക്കിയ കാര്യം ഞങ്ങളെ അധിക്ഷേപിച്ച് പോയി അവിടെ ഇരുട്ടത്ത് ചർച്ച നടത്തി എന്നതാണ്. അദ്ദേഹം അധിക്ഷേപിച്ചതെന്നാ പരസ്യമായി തള്ളി പറഞ്ഞു. ഒരു സമുദായ സംഘടനകളുടെയും തിണ്ണറങ്ങാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനെ അധിക്ഷേപിച്ചതിന് ശേഷം പോയിരിക്കുന്നു ഇരുട്ടത്ത് ചർച്ച നടത്താൻ. അതിൽ കുഴപ്പമില്ല എന്നതാണ് ജി സുകുമാരൻ നായർ ചോദിക്കുന്നത്. അത് പക്ഷേ ഉണ്ട്. തിണ്ണ നിരങ്ങുന്നത് പണ്ട് കാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും ഉദ്ദേശിച്ചത് സമുദായ നേതാക്കളെ കാണരുതെന്നല്ല, അവരുമായി സൗഹാർദ്ദമുണ്ടാക്കരുതെന്നല്ല, അവർക്ക് എന്തൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ്സുകാർ ഇടപെടരുത് എന്നല്ല ഉദ്ദേശിച്ചത്. രാഷ്ട്രീയമായിട്ട് ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടണം. അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങണം. അത് സമുദായമല്ല. പക്ഷേ സമുദായങ്ങളുടെ തിണ്ണ നിരങ്ങുക എന്നുള്ളതിന് രേണു അതിന് വേറെ അർത്ഥമുണ്ട്. VD സതീശനും അതിനെ അങ്ങനെയാണ് വിമർശിക്കുന്നത്. ആസ്ഥാനത്ത് തന്നെ VD സതീശൻ എത്തിയതിന്റെ കാര്യം പറയുന്നുണ്ട്. സതീശൻ നിഷേധിക്കുന്നില്ലല്ലോ, സതീശൻ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് AK ആന്റണി പണ്ട് ഇന്ദിരാഗാന്ധി ബിഷപ്പുമാരെ കാണാൻ, ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾക്ക് വേണ്ടി ബിഷപ്പുമാരെ കാണാൻ ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നപ്പോൾ AK ആന്റണി തിരുവനന്തപുരം വിട്ടില്ല രേണു, തിരുവനന്തപുരത്തിരുന്നു. അന്ന് KPCC അധ്യക്ഷനായിരുന്നു AK ആന്റണി. അത്രയ്ക്ക് ധീരമായ നിലപാടാണ് അദ്ദേഹം കാണിച്ചത്. അത് ആ ഒരു ധൈര്യം കോൺഗ്രസ് നേതാക്കൾ കാലാകാലങ്ങളിൽ കാണിച്ചു. പക്ഷേ ആ പറയുന്ന AK ആന്റണിയെ കുറിച്ചോ രമേശ് ചെന്നിത്തലയെ കുറിച്ചോ ഒന്നും ഈ സമുദായ നേതാക്കൾക്ക് ഒരു അതൃപ്തിയുമില്ല, ഒരു കാര്യങ്ങളും പറയാനില്ല. പക്ഷേ VD സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട് VD സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും രൂക്ഷമായി ആക്രമിച്ചുകൊണ്ടുമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം. ചരിത്രത്തിൽ രേണു AK ആന്റണിയെ തോൽപ്പിക്കാൻ NSS നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. രേണു AK ആന്റണിയെ ചേർത്തലയിൽ തോൽപ്പിക്കാൻ NSS നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ AK ആന്റണിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതും കൂടെ ഓർക്കണം. ചരിത്രത്തിൽ അതും കൂടെ സതീശൻ അക്കാര്യം തന്നെ പറയുന്നുണ്ട്. പറവൂരിൽ എനിക്കെതിരെ നിന്നപ്പോൾ 20,000 എന്റെ ഭൂരിപക്ഷം ഉയർന്ന കാര്യം VD സതീശനും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ മതേതര സമൂഹത്തിലാണ് എന്റെ വിശ്വാസം പറയുന്നുണ്ട്. കേരള സമൂഹം, ഞാൻ പറയുന്നത് രേണു, കേരള സമൂഹം ബൈ ആൻഡ് ലാർജ് ഒരു മതേതര സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി മതനേതാക്കൾ അധികം വിളയാടരുത് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. എല്ലാ സമുദായങ്ങളും, എനിക്ക് NSSമായിട്ടൊക്കെ എന്തോ ഒരു അടുപ്പാണെന്നറിയാമോ, എന്തോ ഒരു സ്നേഹമാണെന്നറിയാമോ. അത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.